പരിസ്ഥിതിയെ പുച്ഛിച്ചും പ്രകൃതിയെ കീഴടക്കുമെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെല്ലാം ഈ ശരിയായിട്ടുള്ള പാഠങ്ങളല്ല ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്ത് തോന്നിയാസവും ഈ മലകളുടെ മുകളിലാകാം എന്ന് പറഞ്ഞ് പണ്ടുപജീവനത്തിന് വേണ്ടി കയ്യേറിയതാണ്. ശ്രീ രാജേന്ദ്രൻ, ഒരു പ്രമുഖ ചാനൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വെച്ചാൽ വയനാട് സംഭവിച്ച ആരാണ് ഉത്തരവാദി, തക്കതായ നടപടി കേന്ദ്രം എടുക്കും എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിനൊരു താക്കീതല്ലേ ഇത്? കേരളത്തിന് താക്കീത് തന്നെയാണ്, തീർച്ചയായിട്ടും അത് താക്കീത് തന്നെയാണ്. പണ്ട് ഒരിക്കല് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ബുൾഡോസറുകൾ വെച്ച് ഇടുക്കിയിലെ അനധികൃത കുടിയേറ്റങ്ങളും കയ്യങ്ങളും കെട്ടിടങ്ങളും തകർത്തപ്പോൾ അതിനെ തകർത്തവരാരോ അവരിതിന് ഉത്തരവാദികളാണ്. അനാവശ്യമായിട്ടുള്ള കുടിയേറ്റങ്ങളെയും കയ്യേറ്റങ്ങളെയും പ്രോത്സാഹിപ്പിച്ച് അവരെ ഒരിക്കലും ഒഴിക്കാത്ത ഒരു നയം, അനങ്ങാപ്പാറ നയം കൈക്കൊള്ളുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ശക്തമായിട്ട് പിന്തുടരുക. ഇതിനെക്കുറിച്ച് ഒരു വാക്കും മുഖ്യമന്ത്രി സാധാരണഗതിയിലെ ഭയലേശമില്ലാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? ഈ അധ്വാന ശക്തികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് അവർ അധികാരത്തിലിരിക്കുന്നത്. കേരള കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിൽ ഒരൊറ്റ സീറ്റും CPM-ന് കിട്ടുകയില്ല. അവർക്കറിയാം, പാർലമെന്റിലും കിട്ടില്ല, അസംബ്ലിയിലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാനും അവരെ കൂട്ടിച്ചേർക്കാനും അവരെ ചേർത്ത് പിടിക്കാനും വേണ്ടിയാണ് ഇക്കാര്യത്തിലുള്ള സത്യം അദ്ദേഹം പുറത്തു. അനധികൃതമായ കുടിയേറ്റങ്ങൾ, അനങ്ങൾ, തേയിലത്തോട്ടം പോയ ആൾക്കാർ, ഇതെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഈ മനുഷ്യ കുരുതിക്ക് കൊലപാതകത്തിന് എടുക്കേണ്ടതാണ്. ഈ രക്തത്തിൽ അവർക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. അതുപോലെ തന്നെ അവിടെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ക്വാറികൾ എന്തെല്ലാം നടത്തിയത് ഈ വനപ്രദേശത്ത്, ദുർബലമായിട്ടുള്ള പരിസ്ഥിതി ലോലമായ പ്രദേശത്ത്. UN ഗാഡ്ഗിൽ റിപ്പോർട്ട് ശാസ്ത്രീയമായി സമർപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. കസ്തൂരി രംഗം അതിനെതിരെ പ്രക്ഷോഭം നടത്തിയവർ ഉത്തരവാദികളാണ്. ഉമ്മൻ ഇവിടെങ്ങും താമസിച്ച ഒരു കുഴപ്പവുമില്ലെന്ന് കേരളത്തെ ചതിക്കുന്ന ഒരു ചതിയുടെ റിപ്പോർട്ട് നൽകിയ ഉമ്മൻ കമ്മിറ്റി ഇതിന് ഉത്തരവാദിയാണ്. അതായത് ഇത്ര നിരുത്തരവാദപരമായിട്ട് ഒരാളിങ്ങനെ റിപ്പോർട്ടുകൾ കൊടുക്കുക ജനങ്ങളെ. അതുപോലെ തന്നെ നാളെ ഇതിന് ഉത്തരവാദികൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സുരക്ഷിതമാണെന്ന് പറഞ്ഞവരെല്ലാം അതിന് ഉത്തരവാദികളാണ്. പക്ഷെ അപ്പോഴത്തേക്കും എത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നു? അവർ വിചാരിച്ചാൽ വിലങ്ങാൻ അവരെ ജയിലിൽ അടച്ചാൽ ആ ജീവനുകൾ തിരിച്ചു കിട്ടുമോ? നമുക്ക് തിരിച്ചു കിട്ടും. ഒരു പക്ഷേ അർജുൻ പോലും മരിച്ചിട്ടുള്ളത് ഈ പശ്ചിമഘട്ട മലനിരകളെ ക്രൂരമായിട്ട് കയ്യേറി വെട്ടിക്കെറിയതിന്റെ ഒരു ഫലമാണ്, സംശയമൊന്നുമില്ലത്. അവിടെ ദുർബലമായ പ്രദേശങ്ങളിൽ കൂടി ഇത്തരം പാതകൾ മലയരിഞ്ഞിട്ടുകൊണ്ട് നിർമ്മിക്കാൻ പാടില്ലെന്ന പ്രകൃതി നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. ഗാഡ്ഗിലും മാത്രമല്ല, കസ്തൂരിരംഗനും മാത്രമല്ല, പ്രകൃതി തന്നെ നൽകുന്ന അതുപോലെ ഉൾക്കൊള്ളാതെ ഇരിക്കുന്ന ഭരണാധികാരികൾ. അപ്പൊ പരിസ്ഥിതിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പരിസ്ഥിതി മൗലികവാദമാണ്. അതിരിപ്പള്ളിയിൽ അവിടെ വൈദ്യുതി നിലയം സ്ഥാപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അത് പരിസ്ഥിതി മൗലികവാദമായി പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ. ഇവിടെ വനങ്ങൾ, മരം നശിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കടലിൽ പിന്നെ മഴ പെയ്യുന്നു, മരം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ സീതി ഹാജിയെ പോലുള്ള ആൾക്കാർ ഇവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ്. പരിസ്ഥിതിയെ പുച്ഛിച്ചും പ്രകൃതിയെ കീഴടക്കുമെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെല്ലാം ഈ ശരിയായിട്ടുള്ള പാഠങ്ങളല്ല ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്ത് തോന്നിയാസവും ഈ മലകളുടെ മുകളിലാകാം എന്ന് പറഞ്ഞ് പണ്ടുപജീവനത്തിന് വേണ്ടി കയ്യേറിയതാണ്, കാട് കടന്നു കയറിയതാണ്. അത് അവിടുത്തെ ഉടമസ്ഥർക്ക് വില നൽകി അവർ പോയി കഷ്ടപ്പെട്ട് മരിച്ചും വീണു. വിഷകന്യക എന്നുള്ള SK പൊറ്റക്കാടിന്റെ നോവലിൽ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയവരുടെ പിൻഗാമികൾ എന്ന് മാത്രമല്ല പിന്നെയും കുടിയേറിയവരെല്ലാം ലാഭത്തിന് വേണ്ടി അവിടെ ചുളുവലയ്ക്ക് വസ്തു വാങ്ങിച്ചിട്ട് ആദിവാസികളെ കബളിപ്പിച്ച് അവർക്ക് ചാരായവും പുകയിലും ഒക്കെ നടത്തി കൊടുത്ത് അവരുടെ വസ്തു കൈയാളിയവർ, അതുപോലെ തന്നെ അവരുടെ പെൺകുട്ടികളെ ലൈംഗികമായിട്ട് ചൂഷണം നടത്തിയവർ എല്ലാം ഇതിന് സമാധാനം പറയേണ്ട ആൾക്കാര്. മധു എന്ന് പറയുന്ന പാവപ്പെട്ട ആദിവാസിയെ തച്ചു കൊന്നവർ, കാട്ടിനകത്ത് കയറി കച്ചവടം നടത്തിയവർ, ഇതെല്ലാം മരം വെട്ടിക്കൊണ്ടുപോയവർ, മരം മോഷ്ടിച്ചു കൊണ്ടുപോയവർ എല്ലാ ഉത്തരവാദികളാണ്. വമ്പിച്ചൊരു ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. അങ്ങനെ കൊള്ള ലാഭം കാടിനെ കൊണ്ടും ആദിവാസികളെ കൊണ്ടും അവരെ ചൂഷണം ചെയ്തു വനചൂഷണം നടത്തിയവരും എല്ലാം ഇതിന് ഉത്തരവാദികളാണ്. ഈ രക്തത്തിൽ പങ്കുണ്ട്. ഇപ്പൊ കണ്ണീര് ആരോരുമില്ലാതെ കണ്ണീരും കുടിച്ച് ഒരു കൊച്ചുകുട്ടി 8 വയസ്സുകാരൻ കുട്ടി അവിടെ താമസിക്കുന്നു, അവന്റെ ബന്ധുക്കൾ ആരുമില്ല. നമ്മുടെ ഹൃദയഭേദകമായ കാഴ്ചകൾക്കെല്ലാം ഇവരെല്ലാം ഉത്തരവാദികളാണ്. തീർച്ചയായിട്ടും ഇവർ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നുള്ള മറ്റിൽ നിന്നിട്ട് കാര്യമില്ല. അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവുക. അതാ രണ്ടാമത്തെ ഘട്ടം. ആദ്യം ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നവ പുനരധിവാസ പദ്ധതി. അതായത്
പ്രകൃതിയോട് യുദ്ധം ചെയ്യാതെ പ്രകൃതിക്ക് മുറിവേൽപ്പിക്കാതെയുള്ള അതിനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ അത്യാഗ്രഹങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അവിടെ തന്നെ നിന്നോളും. അങ്ങനെയുള്ള ഒരു പദ്ധതിയെ പറ്റിയാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതാണ് ശരിയായിട്ടുള്ള പാത. അത് തന്നെയാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അത് വികസനത്തിന് എതിരുമല്ല.